പ്രണയമേ കലഹമേ പ്രപഞ്ച സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നു ആശാശായി. ഒരു റൊമാൻസ് വരേണ്ട ഒരു സംഗതിയാന്ന് പറഞ്ഞാലും ഞാൻ മറ്റേ കമന്ററി സെറ്റപ്പിലേക്ക് പോകും. കണ്ടുപിടിച്ചല്ലേ അനുഭവിച്ചു. അത് വേണ്ടായിരുന്നു. ചേച്ചി എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു. ഷൈജു ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും സ്പോർട്സും കമന്ററിയും ഒക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എവിടെയോ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നമ്മുടെ കുട്ടി മോനെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രിയതമേ, നമ്മുടെ വീട് വൃത്തിയേടായി കിടക്കുന്നതും താങ്കൾ കാണുന്നില്ലേ? താങ്കൾ അടുക്കളയിൽ പോയി ആ ചൂലെടുത്തു കൊണ്ടുവന്ന് ഇതൊന്ന് വൃത്തിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ദേഷ്യം റിയൽ ആയിട്ട് വന്നാൽ അവിടെ ജുറാസിക് പാർക്കാണ്. ഫാമിലി പരമായിട്ട് ഞാൻ വഴക്കിട്ടാൽ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ മോനെ വീഡിയോ കോളിൽ വിളിക്കും. അവന്മാരെ കോളിൽ ഇരുത്തിക്കൊണ്ടേ ഞാൻ അച്ഛനെ ചീത്ത വിളിക്കുള്ളൂ. നാളെ യൂട്യൂബിൽ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്റെ രൂപമല്ല നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവസം അങ്ങനെ ഒരാളെ കൊണ്ടുപോയി ഞാൻ ഹാപ്പിയാണ്. വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇതാരാ ഭാര്യ. അപ്പൊ അതാരാ? ഞങ്ങളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ നടക്കുമ്പോ എന്നോട് വളരെ സ്വകാര്യമായിട്ട് ചെവിയിൽ പറയാ നാളെ രാവിലെ 8 മണിക്ക് അജയ് ജഡേജ ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് പോകട്ടോ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫേമസ് സ്പോർട്സ് കമന്റേറ്റർ മിസ്റ്റർ ഷൈജു ദാമോദരൻ, അദ്ദേഹത്തിന്റെ ബെറ്റർ ഹാഫ് ആശ ഷൈജു. നമസ്കാരം. ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് തന്നെ. ഓക്കെ, എന്തുകൊണ്ടാ ചേച്ചി അപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോ തന്നെ ചേട്ടൻ എടീ ആശേ നിന്നെ വരാൻ പറഞ്ഞു, അപ്പൊ ചേച്ചിക്ക് വരണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാ? സത്യാവസ്ഥ പറഞ്ഞാൽ ഞാൻ വരണമെന്ന് തോന്നിയതല്ല. ഞാൻ ചോദിച്ചാൽ ഇതിന് വേറെ ആരെങ്കിലും ഒരാളെ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒഴിവാകാമായിരുന്നല്ലോ. ഞാൻ വന്നിട്ട് നിങ്ങളുടെ ഉള്ള സ്വഭാവം പറയണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. സത്യാവസ്ഥ പറഞ്ഞു പോവും, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു ചേട്ടൻ? ഞാൻ പറഞ്ഞ മറുപടി പറഞ്ഞ അല്ല, ഇവിടെ എത്തിപ്പോഴും പറഞ്ഞു ഞാനിവിടെ ഇറക്കി വിട്ടേ. സത്യമല്ല. ഒരു മിനിറ്റ് ആദ്യം പറഞ്ഞ മറുപടി വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു. ഇതിപ്പോ ഇന്റർവ്യൂ ആയി പോയി, ഒരാളെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ഇതാണ് ഭാര്യ കേട്ടോ എന്താ പറയാ, ഇതാ അല്ല ഉറപ്പല്ല ഇതാരാ അങ്ങനെ ഒരാളെ കൊണ്ടുപോയി ഞാൻ ഹാപ്പിയാ. വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇതാരാ ഭാര്യ. അപ്പൊ അതാരാ എന്ന് പറയും. ഇനി ഇത് പോട്ടെ, നമ്മുടെ സലിം രാജൻ മേൽപ്പാലം കയറി KSRTC സ്റ്റാൻഡിന് തൊട്ട് മുമ്പിലെ വളവ് തിരിയണതിന് മുമ്പ് ഇപ്പൊ 5 മിനിറ്റ് എന്ന് പറഞ്ഞ ഡയലോഗാ. ഞാൻ നിന്നെ ഇവിടെ ഇറക്കിയിട്ടൊരു യൂബർ വിളിച്ചു തരട്ടെ, നീ പൊക്കോളോ? ഈശ്വര, ഞാൻ മുറുകുമാപ്പയാണോ രാവിലെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോണേ? സത്യം പറഞ്ഞു ആണല്ലേ? അപ്പൊ ചേട്ടന് ഒരു പേടിയുണ്ട്, ഒരു ഭയമുണ്ട് ഇന്ന് അവൾ എന്തൊക്കെ പറയുമോ എന്നുള്ളതിലൊക്കെ. ശരി ആശേഷി, നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് പൊരിച്ചെടുക്കാം, ഫ്രൈ ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാവരും നമ്മുടെ എന്താ പറയാ ഓരോ സിനിമ ഡയലോഗ്സിലായിക്കോട്ടെ, പഞ്ച് ഡയലോഗ്സിലായിക്കോട്ടെ, നമ്മൾ TV സ്പോർട്സ് കാണാനിരിക്കുമ്പം അതിനകത്തൊരു ചരിത്രം തന്നെ വേറെ തന്നെ ഒന്ന് സൃഷ്ടിച്ച് ഒരു പേര് എഴുതി അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഷൈജേട്ടൻ. ഇനി വേറൊരാൾ അതിലേക്ക് വന്നാൽ പോലും ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വേറൊരാൾ എന്തെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും കൊണ്ട് വരണം. ഡിഫിക്കൽട്ടാണ്. അപ്പൊ അത്രയ്ക്കും ചെയ്യുന്ന പ്രൊഫഷനിൽ അങ്ങനെ ഒരു സിഗ്നേച്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി റിയൽ ലൈഫിൽ എന്താണ് ആക്ച്വലി? പ്രൊഫഷണലി 100-ൽ 110 മാർക്ക് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പേഴ്സണലി ഞാൻ കൊടുക്കൂല. എത്ര കൊടുക്കുന്ന ചോദിച്ചാൽ ഷൈജു ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും സ്പോർട്സും കമന്ററിയും ഒക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എവിടെയോ നീ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ഓർമ്മപ്പെടുത്തലുകളിന് മാത്രമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ എന്റെ കാപ്പി എവിടെ, എനിക്ക് ദേഷ്യപ്പെടാനുള്ള നമ്മൾ പറയൂലേ എക്സോസ്റ്റ് ചെയ്യാനുള്ള പോയിന്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനീ പറയുന്നത് ഭയപ്പടി ചെയ്യാനായിട്ടും അവരുടെ ഇത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ആണെങ്കിലും ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന എന്റെ ഭർത്താവിനോട് എനിക്കുള്ള ഇഷ്ടം, ഞാൻ പറയണേ എന്റെ ഉണ്ടല്ലോ ഒരു ബാഡ് സൈഡ്, അതിനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നു. സമ്മതിച്ചു കൊടുക്കുന്നോ മോനെ? 100%. അത് കറക്റ്റാണ്. കാരണം ഞാനിപ്പോഴും ഇപ്പൊ അല്ലാണ്ട് തന്നെ ഇപ്പം ഇവരില്ലാത്ത എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബമോ എന്നോടൊപ്പം ഇല്ലാത്ത ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ നേരിട്ടിട്ടുള്ള എന്നോട് ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, എങ്ങനെയാണ്
ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിൽ എങ്ങനെയാണ്? അവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഉത്തരം, ആ ഉത്തരം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിൻ്റെ സംഗതിയാണ് ഇപ്പോൾ ഈ കേട്ട സംഗതി. ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഇത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ പത്രപ്രവർത്തന മേഖലയിലാണെങ്കിലും കമൻട്രി മേഖലയിലാണെങ്കിലും എനിക്ക് സർവതന്ത്ര സ്വതന്ത്രനായി എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ സ്വതന്ത്രമായി ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. അതല്ലാതെ നമ്മൾ കുടുംബപരമായും ഔദ്യോഗികമായും ഒരുപാട് ചങ്ങലപ്പൂട്ടുകളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളോടൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നമ്മുടെ 100% ഔട്ട്പുട്ട് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അത് ആരെ കൊണ്ട് എന്ത് ചെയ്യിച്ചാലും, അത് എന്നെ കൊണ്ട് മാത്രമല്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു 100% ഔട്ട്പുട്ട് ഞാൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചത് എൻ്റെ മിടുക്കിനേക്കാൾ കൂടുതൽ ഞാൻ സ്വതന്ത്രനായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഈ പറയുന്ന പോലെ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഒരു പുറകെ നിന്നുള്ള പിടിച്ചുവലികളോ ഒന്നും ഞാൻ നേരിടേണ്ടി വന്നിട്ടില്ല. ഇത് എനിക്ക് അനുവദിച്ചു തന്നത് എൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ. സ്വാഭാവികമായും അവർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അങ്ങനെ ചേട്ടനെ കംപ്ലീറ്റ് ഒരു സ്വതന്ത്രനാക്കി വിടാൻ പറ്റിയത് ഒരുപക്ഷെ ചേച്ചിയും ഈ സെയിം പ്രൊഫഷൻ തന്നെയായിരുന്നു, ജേർണലിസ്റ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രൊഫഷൻ എന്താണ്, ഇതിനകത്ത് വേണ്ട ഒരാൾക്ക് അതിന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ വേണം, ഇതൊക്കെ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ചേച്ചിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണോ അതോ എങ്ങനെയാണ്? അല്ല, നമ്മളൊരു വ്യക്തിനെ തിരിച്ചറിയുമ്പോൾ പ്രൊഫഷൻ നമ്മൾ മനസ്സിലാക്കുന്നു എന്നതിനപ്പുറം നമ്മളൊരു വ്യക്തിനെ തിരിച്ചറിയാന്നുള്ളതുണ്ട്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ അതിതീവ്ര പ്രണയമൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ സെയിം വേവ് ലെങ്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ആ സമയവും കല്യാണം കഴിച്ചിട്ടുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരിച്ചറിയാണ് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, താല്പര്യങ്ങൾ എന്താണ്. അപ്പം ഞാൻ ഇയാളെ കെട്ടിയിട്ടാൽ ഒരു കാര്യവും. കാരണം ചിലപ്പോൾ ആരും അറിയാതെ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ ഇടയ്ക്ക് പറയണ പോലെ ഇപ്പോൾ കുറേ മാലയൊക്കെ ഇട്ട് ഞാൻ എല്ലാ വർഷവും ആണ്ട് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോൾ. അപ്പോൾ തുറന്നു വിടുക എന്നുള്ള ഒരിതുണ്ട്. ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യാതെ ഒരാൾക്ക് വളരാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. എന്നെ വിളിച്ചിട്ട് ചോദിക്കും നമ്മുടെ കുട്ടി മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം 12ാം ക്ലാസ് വരെയും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ത് കുട്ടികൾ എവിടെ സ്കൂൾ അറിയാം, അഡ്മിഷൻ ആണെങ്കിലും ഓപ്പൺ ഹൗസ് ആണെങ്കിലും എന്ത് കാര്യത്തിനും അത് അവിടെ നടന്നോളും. മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാ വന്നിട്ട് പറയും, നാളെ ഓഫ് ആകുമ്പോൾ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുമല്ലോ, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പറയും, ഇല്ല എനിക്ക് അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട്, ഞാൻ പോവാണ്, എൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് വെക്കൂ. ആ തിരിച്ചറിവിന്റെ ആദ്യ ഘട്ടം ഉണ്ടായത് ഞങ്ങളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ നടക്കുമ്പോൾ എന്നോട് വളരെ സ്വകാര്യമായിട്ട് ചെവിയിൽ പറയാ, നാളെ രാവിലെ 8 മണിക്ക് അജയ് ജഡേജ ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാവിലെ 6 മണിക്ക് പോകട്ടോ എന്ന് പറഞ്ഞെടുത്തുനിന്ന് നമ്മൾ തിരിച്ചറിയാണ് ഇതാണ്, ഇതിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈഫ് വിട്ട് പോവാം എന്നുള്ളത്. ഓക്കെ, അതിൽ ചേച്ചി ഇടയിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ 2 പേരിൽ ഒരാൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പോകുമെന്നുള്ളത്. ചേട്ടാ, അവിടെ ചേച്ചി സാക്രിഫൈസ് ചെയ്തു, നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നത് എങ്കിൽ ചേട്ടൻ സാക്രിഫൈസ് ചെയ്തു, ചേച്ചി ടേക്ക് ഓഫ് ചെയ്യുമെന്ന് വെച്ചോ ലൈഫ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയാണ് നിങ്ങളുടെ ലൈഫ്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്റർവ്യൂ നടക്കൂല. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഇല്ല. ഈ സിനിമ ഉള്ളത് കൊണ്ടാണ് ഈ കുടുംബചിത്രം 26ാം വർഷത്തിലും വിജയകരമായി പ്രദർശനം തുടരുന്നു എന്നതിനാലാണ് രമ്യ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി രമ്യയുടെ ഷോയിൽ ഞങ്ങളെ ഭാഗമാക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സംഗതി, ഞാനാണ് ഈ സിനിമയുടെ തിരക്കഥയിൽ സാക്രിഫൈസ് ചെയ്യുന്ന റോൾ എനിക്കാണ് വെച്ചിരുന്നെങ്കിൽ ഈ സിനിമ ആദ്യ ദിവസം പൊട്ടും. ഒറ്റ ദിവസം പോലും തിയേറ്ററിൽ ഓടൂല ഈ സിനിമ, ഉറപ്പാണ് 100%. അത് വെൻ വി ആർ ടോക്കിംഗ് ടു സംബഡി, ഞാനിപ്പോ നമ്മൾ തമ്മിൽ അങ്ങനെ അടുത്ത് പരിചയമില്ലെങ്കിലും ഒരു ഇന്റർവ്യൂവർ എന്ന നിലക്ക് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് പോലും ഞാൻ അങ്ങനെ ഇടപെടുന്നയാളാണ്. ഞാൻ പരമാവധി ഒരു 99% ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളോട് 100% ഒരു സിൻസിയറിറ്റി പുലർത്താൻ ശ്രമിക്കുന്നയാളാണ്. അല്ലെങ്കിൽ ഞാനത് പറയില്ല. ചെയ്യാത്ത കാര്യങ്ങൾ പറയാറില്ല, ചെയ്യാവുന്ന പറയും എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ പറയുന്ന വാക്കുകൾ താങ്കൾ കണക്കിലെടുക്കേണ്ടത്. രണ്ടാമത്തെ ദിവസം സിനിമ പൊട്ടും. ഈ സിനിമ ഇല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇല്ല, ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഈ ക്യാമറാമാൻ ഇല്ല, ആരുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു സംഗതിയില്ല. ഈ സിനിമ 26ാം വർഷത്തിലും ഓടുന്നതിന്റെ കാരണം സാക്രിഫൈസ് ചെയ്യുന്ന ആളുടെ റോൾ ആശാ ഷൈജുവിന് കൊടുത്തതുകൊണ്ടാണ്. സാക്രിഫൈസ് ചെയ്യുന്ന ആളുടെ റോൾ ഇപ്പൊ തിരക്കഥാകൃത്ത് രമ്യ ആണെങ്കിൽ ചേട്ടനാണ് സാക്രിഫൈസ് ചെയ്യേണ്ട റോൾ എന്ന് പറഞ്ഞാൽ ഓടില്ല.
ഈ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്യില്ല. വേറെ സൂപ്പർ ഡ്യൂപ്പർ വേറൊരു പ്രൊജക്റ്റ് ആയിട്ട് ഇത് വന്നിരുന്നെങ്കിലോ? അല്ല അത് വേണമെങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അത് എന്താ പറയാ കുറച്ച് എന്താ പറയാ നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താവായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഈ സാക്രിഫൈസ് ചെയ്യുന്ന ഞാനാണെങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യമായ സംഗതി. കാരണം ഇപ്പോഴും എന്താ പറയാ ഇന്നലെ കടല വെള്ളത്തിലിട്ടിരുന്നു. ഇന്നലെ ഞാൻ അടുക്കളയിൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ കടല വെള്ളത്തിലിട്ട് കണ്ടു. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചത് ഇന്ന് പുട്ടും കടലയാണോ എന്നാ ചോദിച്ചത്. അത് പറഞ്ഞു അത് ഞാൻ കടല മുളപ്പിക്കാൻ ഇട്ടാണ്. ഉടനെ എന്റെ മൂഡ് പോയി. ഞാൻ ഇന്ന് പുട്ടും കടലയുമാണ് എന്നുള്ള സങ്കല്പത്തിലാണ് കിടന്ന് ഉറങ്ങിയത്. അത് മതി എന്റെ മൂഡ് പോവാൻ. ഇന്നത്തെ ദിവസം തകരാറിലാകാൻ അത് മതി. പിന്നെ ഒരു 8 മണിയായിട്ടും അല്ല ആശു കാപ്പിയോടെ. അപ്പൊ ഞാൻ ഓഫീസ് മുറിയിൽ ഇന്ന് കാപ്പി വന്നില്ല. അപ്പൊ ഒരു 2 മിനിറ്റിനുള്ളിൽ അപ്പൊ കാപ്പി വന്നു. ഇനി കാപ്പിയെ ചൊല്ലിയുള്ള തമാശ വേറെ ഉണ്ട്, അത് വിട്. ചിലവ് ഞാൻ തന്നെ ചോദിക്കും. ചില സമയത്ത് കാപ്പി ചോദിച്ചാൽ നീ പറയും 10 മിനിറ്റ് എടുക്കുമെന്നൊക്കെ പറയില്ല. കാപ്പി തിളക്കട്ടെ എന്ന് പറയും. ഇത് 2 മിനിറ്റ് മുമ്പ് കാപ്പിയോ? നീ എന്താ ഉടായിപ്പിയാണ് കാപ്പിക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ കുടിച്ച കാപ്പിയാ ഇന്നത്തെ കാപ്പിയിലേക്ക് വരാം. കാപ്പി വരുന്നു. ഞാൻ പതിവ് പോലെ അവിടെ ഇരുന്ന് എന്തെങ്കിലും എൻ്റെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എഴുതുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ കാപ്പി തണുക്കും. ഇത് സ്ഥിരമാണ് കേട്ടോ. ഞാൻ വീണ്ടും ആശു ഈ കാപ്പി ഒന്ന് ചൂടാക്കി തടി എന്ന് പറയും. ഇങ്ങനെ വളരെ കാപ്പി ഉണ്ടാക്കുക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഈസി കാര്യമൊന്നും ഞാൻ പറയില്ല. അത് എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്ന ഇപ്പൊ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യമാണെങ്കിലും എവറിത്തിങ് നീഡ്സ് സ്കിൽ ആൻഡ് എഫർട്ട്. ജീവിതത്തിൽ അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ. തന്നെ പറയും ഒന്ന് ചൂടാക്കി തരുമോ എന്ന് പറയുമ്പോൾ ആ മുഖം പോകുന്നൊരു പോക്കുണ്ട്. ഇനി ഒന്ന് ചൂടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ചൂടാക്കി കൊടുക്കുന്ന ഭാര്യമാര് ലോകത്ത് ഒരു 99% ഭാര്യമാര് ചൂടാക്കി കൊടുക്കും. പക്ഷെ 5 തവണ ചൂടാക്കി തരാൻ പറഞ്ഞാലോ ആ ഭർത്താവ് ചിലപ്പോ ഒരാളെ ഉണ്ടാവുള്ളൂ. അത് ലിമിറ്റഡ് എഡീഷൻ ആയിരിക്കും. ആ ലിമിറ്റഡ് എഡീഷൻ ആണ് മനസ്സിലായത്. ചൂടാക്കിയ ചായ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞ് അയ്യോ കുടിക്കാൻ പറഞ്ഞു കൂടെ ചൂടാക്കി തരുമോ? എത്ര തവണ ഒരാൾ ചൂടാക്കും? അതാണ് അത്രയും ക്ഷമ, അത്രയും സാക്രിഫൈസ്. അതിനെ സാക്രിഫൈസ് ആയിട്ട് കൂട്ടിയാൽ അതൊന്നും ഇല്ല ഷൈജു ദാമോദരന്. അതുകൊണ്ടാ ഞാൻ അപ്പുറത്തായിരുന്നെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടായിരിക്കും. അതെ അല്ല ചേച്ചി അപ്പൊ തിരിച്ചു മറുപടി എങ്ങനെയാ? നല്ല രസമായിരിക്കുമല്ലോ കുട്ടികൾക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കാൻ വീട്ടില്. തീർച്ചയായിട്ടും. ഇപ്പൊ ചേച്ചിയുടെ കൗണ്ടേഴ്സ് എന്തൊക്കെയാ? കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഫാമിലി പരമായിട്ട് ഞാൻ വഴക്കിട്ടാൽ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ മോനെ വീഡിയോ കോളിൽ വിളിക്കും. കാരണം ചേട്ടൻ അനിയനെ ഒരുമിച്ചാ. വീഡിയോ കോളിൽ വിളിച്ചിട്ട് അവന്മാരെ കോളിൽ ഇരുത്തിക്കൊണ്ടേ ഞാൻ അച്ഛനെ ചീത്ത വിളിക്കുള്ളൂ. കാരണം നാളെ എന്റെ മേലൊരു കുറ്റം വരരുതല്ലോ. അപ്പൊ അവര് ലാസ്റ്റ് പറയും ആശി കണ്ടുപിടിച്ചല്ലേ, അനുഭവിച്ചോ. കാരണം ഇത് കൗണ്ടർ ചെയ്യാന്നുള്ളതല്ല. കൗണ്ടർ ചെയ്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 തവണ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ആലോചിക്കും ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ചേച്ചി അതിലെത്തി. കാരണം ഞാൻ ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, വഴക്ക്, കുടുംബകലഹം തുടങ്ങിയ സംഗതികളിലേക്ക് പോകുന്ന ഗൗരവമുള്ള കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റു പലരുടെയും ജീവിതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കോഫിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെയാണ്. ഇപ്പൊ ഇന്നിങ്ങോട്ട് വരുമ്പോ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് കണ്ടോ? ഈ ഷർട്ട് അശു അപ്പൊ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി തരുന്നത് എന്റെ മകൻ ഉണ്ടായിരുന്ന സമയത്ത് മകനായിരുന്നു. മകൻ പഠിക്കാൻ പോയതിനു ശേഷം ഫുൾ ടൈം ആണ് ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കില്ല. ഞാൻ അശു ഒന്ന് കൈ മടക്കി വെക്കുമോ? കൈ മടക്കി വെച്ച് കൈ മടക്കിയിട്ട് ഷർട്ട് അവിടെ തൂക്കിയിട്ടുണ്ടോ? അത് ഞാൻ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വരാത്ത പരിപാടികൾക്ക് പോലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന പരിപാടിയാണെങ്കിലും ഇങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയുക വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓക്കെ, അപ്പം ഞാൻ അതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇതൊക്കെ ചെയ്തു, പാൻസൊക്കെ ഇട്ടിട്ട് ഷർട്ട് ഇടാൻ വേണ്ടി ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു കൈ ടൈറ്റ് ആയല്ലോ, നീ അപ്പം ഇവിടെ വന്നിരുന്നു കൈ. ഇതിപ്പോ ഇന്ന് നടത്തുമ്പോൾ ഇതേ സെയിം ഷർട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നുണ്ട് നീ എത്ര മടക്ക് മടക്കി? ഭാഗത്ത് 4. നിന്നോട് ആരാ 4 മടക്ക് മടക്കാൻ പറഞ്ഞത്? 3 ആണ് എൻ്റെ കണക്ക്. അങ്ങനെ എൻ്റെ ഷർട്ടിന്റെ കൈ 4 തവണ മടക്കിയാണോ വെക്കുന്നത്, 3 തവണ മടക്കിയാണോ വെക്കുന്നത് എന്നതായിരുന്നു ഇന്നത്തെ തർക്കത്തിന്റെ റീസൺ. ഒടുവിൽ ഞാൻ പറഞ്ഞു നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, 4 സമ്മതിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ഇറങ്ങാതിരുന്നു, വീണ്ടും 3 ആയിരുന്നു ശരി. എന്റെ ഇതൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ. ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത് ഒരു വലിയ തർക്കത്തിലേക്ക് നയിക്കാനുള്ള കാരണമാണെങ്കിൽ യെസ്, ഞങ്ങൾ ശത്രുക്കളാണ്. പക്ഷെ ചേട്ടാ, ഇങ്ങനത്തെ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്ന ടിപ്പിക്കൽ ഭർത്താവ് ഭാര്യയുടെ ഷർട്ടിന്റെ ഇത് മടക്കി സ്ലീവ് മടക്കി വെക്കാൻ വരെ ഇന്നും ഭാര്യന്റെ ഹെൽപ്പ് വേണം. 2025 കേട്ടോ.
അപ്പൊ അങ്ങനെ ഒരു ടിപ്പിക്കൽ ഭർത്താവ് ചേച്ചി മക്കളുടെ കൂടെ ഒരു മാസം UK അങ്ങ് അടിച്ചു അല്ല അത് ഞാൻ കൗണ്ടർ ചെയ്യും. അല്ല അതിന് കൗണ്ടർ ഉണ്ട്. ഇവിടെ രമ്യ ഭാര്യയെ കൊണ്ട് ഷർട്ടിന്റെ കൈ മടക്കിപ്പിക്കുന്ന, നിരന്തരം മടക്കിപ്പിക്കുന്ന ഒരു ടിപ്പിക്കൽ ഭർത്താവ് എന്ന് സൂചിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആരോപിച്ചാൽ ഓക്കെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നെ അങ്ങനെ ആരോപിക്കുന്നത്. പക്ഷെ ഞാൻ അതിനെ കാണുന്ന വേറെ രീതിയിലാണ്. എന്റെ കൈ എന്റെ ഭാര്യ മടക്കിയാലേ കറക്റ്റ് ആകൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് എന്റെ സംഗതി. അതിനാണ് അല്ല സത്യമായിട്ടും. കാരണം എനിക്ക് ഇപ്പോഴും കൈ മടക്കാൻ അറിഞ്ഞുകൂടാ. എന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ എന്റെ ഭാര്യയെ പോലെ എന്റെ ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ എന്റെ എല്ലാമായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശരത്ത് എന്ന് പറഞ്ഞിട്ട്. അവനായിരുന്നു എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്, എന്റെ വണ്ടി ഓടിക്കെല്ലാം. അവനിപ്പോ നമ്മുടെ കൂടെ ഇല്ല. അവനുണ്ടായിരുന്ന സമയത്ത് പ്രോഗ്രാമിന് പോണതിന് മുമ്പ് ഞാൻ ചോദിക്കും, ശരത്തു കൈ മടക്കിയോ എന്ന് ചോദിക്കും. അവനാണ് കൈ മടക്കുന്നത്. ഷർട്ട് കൈ മടക്കിയാലാണ് എനിക്കിപ്പോ അത് ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ്. അവൻ ഇല്ലാതായതിനു ശേഷം പിന്നീട് അത് സാഡിയിലേക്ക് പോകുന്നു. എന്റെ ഇളയ മകൻ സാഡി പഠിക്കാൻ പോയതിനു ശേഷം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഭാര്യ. അതുകൊണ്ട് മറ്റൊരാൾ കൈ മടക്കിയാലേ എന്റെ ഷർട്ടിന്റെ കൈ ശരിയാകൂ എന്നുള്ള ഒരു സംഭവമാണ് തലയിൽ നിൽക്കുന്നത്. ഓ മോളെ, കൊറേ കാര്യങ്ങൾ എന്ന് പറയാനുണ്ടാവും. തുടങ്ങിക്കോ. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മൈനസ് ആയിട്ടുള്ള കാര്യങ്ങൾ? അവിടെ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. മൈനസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതിൽ ഞാൻ പറയണ പോലെ ഞാനും രമ്യ അല്ലല്ലോ, കേൾക്കുന്ന ഇയാളുടെ ഹൃദയത്തിൽ അത് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് നമുക്കത് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് സെൻസർ ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. അത് ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്ന ഓർത്തിട്ടല്ല. ഞാൻ അന്നും ഇന്നും 25 കൊല്ലമായിട്ടും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള്, അത് ഭർത്താവട്ടെ, മകനാവട്ടെ, രമ്യ ആവട്ടെ, നിങ്ങളുടെ മാനസികാവസ്ഥ അത് ഞാൻ നിങ്ങളെ തമാശ പറയുമ്പോഴാണെങ്കിലും പരിഹസിക്കുമ്പോഴാണെങ്കിലും കുറ്റം പറയുമ്പോഴാണെങ്കിലും നിങ്ങളുടെ പ്ലേസിൽ ഞാനായിരുന്നു എന്ന് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വണ്ടി 25ാമത്തെ കൊല്ലത്തിന് ഓടുന്നത്. അതല്ലായിരുന്നെങ്കിൽ സെയിം ആയിരുന്നെങ്കിൽ എന്നോ കറക്റ്റ്. അതായത് നമ്മളെ 3 പേരെയും നിങ്ങൾ കേൾക്കുന്നു. നമ്മളിപ്പോ 5 പേരുണ്ട് ഇവിടെ ഈ ഫ്ലോറിന്റെ അകത്ത്. ഇത് മാത്രമല്ല, നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എയർ ചെയ്ത് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ വെറുതെ അസ്വസ്ഥത പടർത്തണ്ട എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് വളരെ കറക്റ്റാണ്. അതല്ലെങ്കിൽ ഒരു കുഴപ്പം, ഇത് ഇവിടെ ഇരുന്ന് എന്റെ അപദാനങ്ങൾ, ഇൻവെർട്ടർ കോമയിൽ എന്റെ അപദാനങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ഓരോ ഡയലോഗ് കേൾക്കുമ്പോഴും നാളെ യൂട്യൂബിൽ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്റെ രൂപമല്ല, നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവസം എന്ന് കേൾക്കുക. ഇത് ആ പച്ചാളെ മനസ്സിലായില്ലേ? അല്ല, ഞാനപ്പോ 2 ആൺകുട്ടികളാ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അവരോട് എപ്പോഴും പറയും, എങ്ങനെ ഒരു ഭർത്താവ് അച്ഛനാവരുത് എന്നുള്ള എന്റെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ അച്ഛനിൽ നിന്ന് നല്ലൊരു പ്രൊഫഷണലിനെ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. പേഴ്സണൽ ആയിട്ടുള്ള ഒന്നും, ഒരു അച്ഛൻ ഫിഗറിൽ നിന്നും ഒന്നും, അതായത് ഫിഗറിൽ നിന്നും ഒന്നും. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു 25 വർഷത്തിനപ്പുറം കുറച്ചും കൂടെ ഒക്കെ ഇവളില്ലെങ്കിൽ ഞാൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, സർവൈവ് ചെയ്യുന്നുള്ള ചിന്ത ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുവരെയും അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ട്രഡീഷണൽ ഇന്ത്യൻ പേട്രിയാർക്കി ഹസ്ബൻഡ് എന്നൊക്കെ പറയൂലേ, അതിന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായി കാണിച്ചു കൊടുക്കാം. അതാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം നല്ലൊരു മനുഷ്യനുണ്ട്. നമ്മൾ പറയില്ലേ, വലിയ വലിയ കാര്യങ്ങള് ഷൈജു ഭയങ്കര ലൈറ്റായിട്ട് എടുക്കും. എന്നാലോ താഴെ വീണ് കിടക്കുന്ന ഒരു കടലാസ് കഷ്ണത്തിന്റെ പേരിൽ, ഒരു പ്ലേറ്റ് അവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ, ഒരു വീട്ടിലെ കുഷ്യൻ ചെരിഞ്ഞിരിക്കുന്ന പേരിൽ ഞങ്ങളുടെ വീട്ടിൽ ലോകയുദ്ധമൊക്കെ നടക്കും. ഈവൻ TV-യിൽ ഒരു വാർത്ത കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ന്യൂസ് ചാനൽ ഇങ്ങനെ മ്യൂട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അതിലൊരു വാർത്തയുടെ പേരിൽ അതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്. അതല്ലാതെ നമ്മൾ ആ വീട്ടിലെ കാര്യം, ഭർത്താവിന്റെ വീട്ടിലെ കാര്യം, ഭാര്യയുടെ വീട്ടിലെ കാര്യം, റിലേറ്റീവ്സ്, അതൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിലെ വഴക്കിന്റെ വിഷയങ്ങൾ. അതായത് OCD എന്ന് പറയാൻ പറ്റൂല, എന്നാൽ OCDക്ക് തത്തുല്യമായ എന്തോ ഒന്നുണ്ട്. OCD ആണെന്ന് ഞാൻ സമ്മതിക്കില്ല, OCD ഒന്നുമല്ല, എന്നാൽ അതിന് തുല്യമായ. അതായത് എന്റെ രീതി, ഞാനിപ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെന്റെ വീട്ടിലേക്ക് ചെല്ലും. ഞാൻ എൻ്റെ ചെരുപ്പ്, ഈ ഇട്ടിരിക്കുന്ന ഷൂസ് കൃത്യമായി ഊരി, സോക്സ് അതിൻ്റെ ഉള്ളിൽ മടക്കി കൃത്യമായി ഷൂ റാക്കിന്റെ അകത്ത് വെച്ച് അത് മൂടും, അല്ലെങ്കിൽ ഒതുക്കി വെക്കും. അപ്പുറത്തെ എൻ്റെ ഭാര്യ വലത്തെ കാലിലെ ചെരുപ്പ് അങ്ങോട്ടും ഇടത്തെ കാലിലെ ചെരുപ്പ് നിന്ന സ്ഥലത്ത് നിന്ന് വരും. അപ്പൊ ചെരുപ്പ് ഇങ്ങനെ കിടക്കും. അപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അത് രണ്ടുപേരുടെ സ്വഭാവം കാണാം. ഇനി അകത്ത്
കയറി ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് എൻ്റെ റൂമിൽ ചെന്ന് കൃത്യമായി എൻ്റെ ഷർട്ട് എനിക്ക് ഷർട്ട് ചുളുങ്ങാതിരിക്കുക, അതാണ് OCD എന്ന് പറഞ്ഞത്, അഴുക്കാവാതിരിക്കുക, അതൊക്കെ വലിയ നിർബന്ധമുള്ള ആളാണ്. ഷർട്ടിലെങ്ങാനും നമ്മൾ പുറത്തു പോയി എന്തെങ്കിലും ഭക്ഷണം വീണ തീർന്ന് ഭയങ്കര മനപ്രയാസം, പുതിയ ഷർട്ടാണ് പ്രത്യേകിച്ച്. അപ്പൊ പോയി കൃത്യമായി ഹാങ്കറിൽ ഇതേ ഷർട്ടും പാൻറ്റും ഹാങ്കറിൽ ഊരിയിട്ട് എൻ്റെ മുണ്ടോ അല്ലെങ്കിൽ ബെർമുടയോ ടീഷർട്ടോ ഇട്ട് വരുന്നു. നേരെ മറിച്ച് എൻ്റെ ഭാര്യ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, ഞങ്ങൾ അകത്ത് കയറുന്നു, ഞാൻ അങ്ങനെ പോകുന്നു, ചെരുപ്പൂരി കണ്ടല്ലോ, ഇട്ടിരിക്കുന്ന ചുരിദാറാണെങ്കിൽ ചുരിദാറിന്റെ ഷോൾ ആദ്യം നമ്മുടെ നേരെ കയറുന്ന ആ ലിവിംഗ് റൂമിലെ കസേരയിൽ ഉണ്ടാവും ഷോള്. ബാഗ് ഡൈനിങ് റൂമിലെ ആദ്യ മേശയിൽ ആദ്യ ടേബിളിൽ ബാഗ് ഉണ്ടാവും. വാച്ച് ഡൈനിങ് ടേബിളിൽ ഒരു മൂലക്ക് ഉണ്ടാവും. പിന്നെ മാല തൊട്ടപ്പുറത്ത് ഈ ഓർണമെന്റ്സോ അല്ലെങ്കിൽ വാച്ചൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടാവും, അവിടെയാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഓർഡർലിയാണ്. ഇതിവിടെ അടുക്കിപ്പെറുക്കൽ ഇത്തിരി കൂടുതലുള്ള ആളാണ്. അപ്പോൾ അതിനൊരു വാക്ക് പ്രയോഗിക്കും, അടുക്കിപ്പെറുക്കൽ എന്നുള്ളൊരു വാക്ക്, എന്തൊരു വാക്കുകളൊക്കെ പ്രയോഗിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത്തിരി ഇത് കൂടുതലാണെന്ന്. അപ്പൊ ഈ അടുക്കിപ്പെറുക്കലും കൂടുതലുള്ള ആ ഒരു തർക്കമാണ് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ എവറി ഡേ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചൊല്ലി. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കഷ്ണം കടലാസ് അവിടെ വീണ് കിടക്കുന്നു, ഇവിടെ തുടച്ചിട്ട് 3-4 ദിവസമായി, ഭയങ്കര പൊടി, ഇവിടെ ഭയങ്കര പൊടി, ഇങ്ങനെ പൊടി ഇങ്ങനെ എടുത്തു, ഇത് ഭയങ്കര പൊടി. അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക, അത് ഏറ്റവും വലിയ സംഗതിയാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തോ എന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ചോ. പിന്നെ ഈ സ്വിച്ച് ഓഫ് വീണ്ടും പോയിട്ടോ ടിവിയുടെ മറ്റേ ഇതിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല, മറ്റേ AC ഓഫ് ചെയ്തിട്ടില്ല. ഇത് അങ്ങനെയൊന്നുമില്ല, ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് ചെയ്യില്ല. അപ്പൊ വാഷിംഗ് മെഷീൻ, മിക്സി എന്തായാലും അത് മറന്നു പോയി, നാളെ ഓഫ് ചെയ്യാം. അപ്പൊ ഇതൊരു വല്ലാത്തൊരു വ്യത്യാസമുണ്ട്, അത് സമ്മതിക്കുന്നു. അത് OCD തന്നെയാണ് ചേട്ടാ. അപ്പൊ ഞാൻ ഈ സെയിം ടൈപ്പാണ്. അപ്പൊ OCD എന്റെ വീട്ടിൽ ഇങ്ങനെ തന്നെ, നേരെ തിരിച്ചാ. അല്ല ഇത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ഇത് ദേഷ്യപ്പെടും. ഞാൻ എപ്പോഴും ഷൈജുവിനോട് പറയുന്ന കാര്യമാണ്, എന്ന് നിങ്ങൾ ദേഷ്യം നിർത്തുന്നു അന്ന് ചിലപ്പോൾ ഞാൻ നന്നാവും. എന്നോട് ദേഷ്യപ്പെടുന്നതോടുകൂടി ഞാൻ അത് ആ കാര്യം ചെയ്യില്ല, അത് ഉറപ്പാ. കാരണം എന്റെ തലയിലേക്ക് അതൊക്കെ എന്തായാലും ചീത്ത വിളിക്കും. അപ്പൊ അവിടെ കിടക്കട്ടെ, അതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഒരിക്കൽ പോലും ചേട്ടന് നേരെ തിരിച്ച് സ്നേഹത്തോടെ മോളെ ആശേ എന്നുള്ള രീതിയിൽ ട്രാക്ക് മാറ്റാൻ തോന്നിയിട്ടില്ലേ? അല്ല, ഇത് അങ്ങനെ ട്രാക്ക് മാറ്റാൻ നമ്മുടെ ഈ നേരത്തെ നമ്മളെപ്പോഴും പറയാറില്ലേ, ഉള്ളിലുള്ളതല്ലേ ഉള്ളിൽ നിന്ന് പൊന്തി പൊന്തി വീണ്ടും വീണ്ടും വരും. അതല്ലാണ്ട് ആർട്ടിഫിഷ്യലി നമ്മൾ എത്ര ആളാമാണെന്ന് നോക്കിയാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായി നമ്മളുടെ ഉള്ളിലെ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ എപ്പോഴും അവസാനം പുറത്തേക്ക് വരുള്ളൂ. അത് എപ്പോഴും പറയും, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിയിലേക്ക് വരുന്നത്, അവിടെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ദേഷ്യപ്പെടുന്ന കാര്യത്തിൽ മാത്രമേ എനിക്കൊരു കൃത്രിമത്വം അല്ലെങ്കിൽ കൃത്രിമം പാലിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ചിരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക വിനയം കാണിക്കുന്ന കാര്യത്തിലൊക്കെ ഈ കൃത്രിമം പലപ്പോഴും സാഹചര്യം അനുസരിച്ച് ഉണ്ടാവാറുണ്ട്. പക്ഷെ ദേഷ്യപ്പെടുന്ന കാര്യത്തിൽ മാത്രം കൃത്രിമം എന്താ പറയുക ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ദേഷ്യം റിയൽ ആയിട്ട് വന്നാൽ പിന്നെ അവിടെ ജുറാസിക് പാർക്കാണ്. ദേഷ്യം വന്നാൽ അതായിരിക്കും. പിന്നെ ഞാൻ തന്നെ ഓർത്ത് ചിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തമാശക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത്, പ്രിയതമേ, നമ്മുടെ വീട് ഇത്രയും പൊടി നിറഞ്ഞതും വൃത്തികേടായി കിടക്കുന്നതും താങ്കൾ കാണുന്നില്ലേ? ഇതെല്ലാം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് താങ്കളെ എന്നെ പോലെ താങ്കളുടെയും ഉത്തരവാദിത്വമല്ലേ? താങ്കൾ അടുക്കളയിൽ പോയി ആ ചൂലെടുത്തു കൊണ്ടുവന്ന് ഇതൊന്ന് വൃത്തിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയണമെന്ന് അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഇപ്പൊ തന്നെ നമ്മുടെ ആഷ ചേച്ചിനെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്തേ. കേക്കട്ടെ, പറയൂ, ഇവിടെ ധാരാളം സ്പേസ് ഉണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ വരികളായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. ഇരിക്കട്ടെ. പ്രണയമേ, കലഹമേ, പ്രപഞ്ച സ്നേഹമേ, നിനക്ക് ഞങ്ങൾ പേരിടുന്നു ആശാ ഷൈജു. ആണല്ലോ, അത് മതിയല്ലോ, എല്ലാം ഉണ്ട് അതിനകത്ത്. പ്രണയമുണ്ട്, കലഹമുണ്ട്, സ്നേഹമുണ്ട്, അതിന് എല്ലാത്തിനുമുള്ള പേരാണ് എന്റെ ഭാര്യ ആശ. ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു നിർത്തിയോ? എങ്ങനെ അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റി? അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന മനുഷ്യനാണ്. ഒരല്പം പേടിയൊന്നുമില്ല, ഇല്ലേ? അങ്ങനത്തെ ഒരു വാക്കിന് അവിടെ പ്രസക്തി ഇല്ല. കാരണം ഷൈജുവിന് പേടിയുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല എന്ന് പറയും. ആണോ? അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഞങ്ങളുടെ ഇടയിലും ഒരിക്കലും പേടി എന്ന് പറഞ്ഞൊരു സാധനം വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ നമ്മൾ പറയൂലേ, ഈ അൻപ് മുറിയെ പറഞ്ഞോളെ, ആ ഒരു സ്വഭാവമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അൻപ് മുറിയെ പറയരുത്. അല്ലെങ്കിൽ നമ്മൾ പറയണ പോലെ ഭയങ്കര
ഡെസിബൽ കൂട്ടി പറയരുത്. എനിക്ക് ഈ 2 കാര്യത്തിലേ പരാതിയുള്ളൂ. ഈ 2 കാര്യവും ഇദ്ദേഹം പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഞാൻ ഒരു നല്ല ഭർത്താവിന്റെ കാറ്റഗറി കൊണ്ടുവന്ന് നിർത്തും. കാരണം ഈ 2 സ്വഭാവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചായ ഉണ്ടാക്കൂല, ഇതുണ്ടാക്കൂല, അതൊന്നും. കാരണം എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 2 കുട്ടികൾ ഉണ്ടായപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ആദ്യത്തെ കാര്യം എന്താ, ഞാൻ എൻ്റെ വഴി നോക്കിപ്പോയാൽ എനിക്കൊരു ഫാമിലി ഇല്ല. നേരത്തെ ആദ്യം പറഞ്ഞു, ഷൈജു പറഞ്ഞു, ഷൈജു ആയിരുന്നു സാക്രിഫൈസ് ചെയ്യുന്ന റോളെങ്കിൽ ഈ സിനിമ രണ്ടാമത്തെ. ആ തിരിച്ചറിവ് ഇപ്പുറത്തും ഉണ്ട്. കാരണം ആ സിനിമ ഓടൂല. എൻ്റെ കുട്ടികളെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഓക്കെ നല്ല മനുഷ്യരായി വളർത്തണം എന്ന് ആഗ്രഹിച്ചു. നല്ല മനുഷ്യനല്ല എന്നല്ല ഞാൻ മനസ്സിലായി. പക്ഷെ അവര് മനുഷ്യന്റെ മാനസികാവസ്ഥ എപ്പോഴും മനസ്സിലാക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളാവണം. കാരണം ഷൈജു എപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടാ ചിന്തിക്കുക, അത് പറയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് റിഗ്രറ്റ് ചെയ്തിട്ട് പറയും അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് 1 മിനിറ്റ് മുമ്പ് ചിന്തിച്ചാൽ മതി. നമുക്ക് ദേഷ്യം വരുമ്പോ ഒരു 10 സെക്കൻഡോ 1 മിനിറ്റോ കഴിഞ്ഞ് നമ്മൾ ദേഷ്യം പ്രകടിപ്പിച്ചാൽ ഇത്രയൊന്നും പ്രകടിപ്പിക്കേണ്ട വരില്ല. പക്ഷെ അതില്ല, എനിക്കങ്ങ് വന്നാൽ ഞാനങ്ങ് കമന്ററി പറയണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തണുക്കോ? പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പറയാനുള്ളത് അപ്പൊ പറയുകയും ചെയ്യും, തണുക്കുകയും ചെയ്യും. മനസ്സിൽ വെക്കില്ല, ഓർമ്മയുണ്ടാവില്ല. എൻ്റെ അടുത്ത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. നിഷേധിക്കും, പാടെ നിഷേധിക്കും. അങ്ങനെ അത് മനസ്സിൽ വെക്കുക. കുറെ കാലം കഴിഞ്ഞ നീ അന്ന് അത് ചെയ്തില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ at the moment സ്ട്രെയിറ്റ് ആണ്. കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ എന്നോടൊന്നല്ല എല്ലാവരോടും പ്രകടിപ്പിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും പറയും, വീട്ടില് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യുന്ന പോലെ ബാക്കി പുറത്തുള്ളവർ നിങ്ങളെ ടോളറേറ്റ് ചെയ്യണമെന്നില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. ശത്രുക്കൾ കുറെ പേരുണ്ട് കൂടെ, ഇഷ്ടം പോലെ. പിന്നെ ഷൈജു ദാമോദരനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അല്ലെങ്കിൽ കൂടുതൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമെന്ന് അങ്ങനത്തെ ഒരു കൃത്യമായ ഒരു തിരിച്ചറിവുള്ള ആൾ തന്നെയാണ് ഞാൻ. കാരണം അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ കൂടുതൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഈ സമയത്തിനും ഇന്നത്തെ കാലഘട്ടത്തിനും ചേരാത്തൊരു സംഗതിയാണ്. ഓവറായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആവരുത്. ഓവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. മനസ്സിലായില്ല? അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് താഴെ വീണ് കിടക്കുന്ന ഒരു കടലാസ് കഷ്ണം കാണുമ്പോൾ ഇത് ഭയങ്കര ബോറാണല്ലോ എന്ന് ഇപ്പൊ ഇത് എൻ്റെ സ്വന്തം സ്ഥലമല്ല ഞാൻ ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപാകത അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരില്ല. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ എനിക്ക് രമ്യക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ എന്നോട് പുള്ളിക്ക് അതിപ്പോൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് തോന്നുമെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനല്ല. എനിക്ക് വേണേൽ മിണ്ടാതിരിക്കാം അവിടെ. പക്ഷെ അത് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അത് അപ്പോൾ പറയും. അതായത് അത് എനിക്ക് തോന്നുന്നു ഈ നിയന്ത്രണമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരേ സമയത്ത് എൻ്റെ ഗുണവും ദോഷവുമാണ്. എൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ സംസാരിച്ചേ പറ്റൂ. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളെന്താ മിണ്ടായിരിക്കുന്നത്? നിങ്ങൾ പറയൂ. 1 മണിക്കൂർ കണ്ടിന്യൂസ് സംസാരിക്കുക. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് എന്നെ ബോധറിയില്ല. പക്ഷേ 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പൊക്കോളണം, അതാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിയന്ത്രണങ്ങളില്ല. പക്ഷേ ജീവിതത്തിലും പൊതുസമൂഹത്തിലും സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഈ നിയന്ത്രണത്തോടു കൂടി സംസാരിക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാണോ എൻ്റെ പ്രൊഫഷണൽ ജീവിതം കൈകാര്യം ചെയ്യുന്നത് അതേപോലെ എൻ്റെ സ്വകാര്യ ജീവിതത്തിലും ഇടപെടുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ പറഞ്ഞത്. അത് 100% എൻ്റെ ഒരു തെറ്റായിട്ട് തന്നെ ഞാൻ സമ്മതിക്കുകയാണ്. അത് പലപ്പോഴും എനിക്ക് ഈ പറയുന്ന പോലെ മറ്റുള്ളവരിൽ എന്നെക്കുറിച്ച് തെറ്റായിട്ടുള്ള, ഞാനത് സമ്മതിക്കുന്നില്ല കേട്ടോ, എന്നെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു ചിത്രം മറ്റുള്ളവരിൽ രൂപപ്പെടുത്താൻ ഈ ഒരു സംഗതി ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാവും. അതായത് എന്നെക്കുറിച്ച് പൊതുവിൽ പറയുന്ന കാര്യം ഭയങ്കര അഹങ്കാരിയാണ്. കണ്ടില്ലേ? ഈ ഇടയ്ക്ക് ഞാനും എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവും കൂടെ ഈ എറണാകുളം നഗരത്തിൽ ഒരു പരിപാടിക്ക് പോകുന്നു. ആ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ആ ഹാളിലേക്ക് കടന്ന് ചെന്നതിന് ശേഷം എൻ്റെ കൂടെ വന്ന എൻ്റെ ബന്ധു അദ്ദേഹത്തിൻ്റെ ഒരു പരിചയ വലയം, സുഹൃത്ത് വലയം കണ്ടപ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നു. ഞാൻ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ സ്റ്റക്കായി നിന്നു. ഞാൻ മുന്നോട്ട് നടന്നു പോയി ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ പോയിരുന്നു. അപ്പം പിന്നീട് കുറേ നാൾക്ക് ശേഷം ഈ ബന്ധു എന്നെ കണ്ട്, എൻ്റെ വളരെ അടുത്ത ബന്ധു എന്നെ കണ്ട് ഇങ്ങനെ പറയുകയാണ്, അന്ന് നമ്മൾ ആ പരിപാടിക്ക് പോയില്ലേ, അപ്പോൾ നീ അങ്ങ് നടന്നങ്ങ് പോയി, ഞാൻ അവിടെ നിന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അതിലൊരാൾ എന്നോട് പറയുകയാണ്, അപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം അവർക്കറിയില്ല. ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ ഇപ്പോൾ വന്ന ആളില്ലേ, ഇതാ പൊന്നോ ഈഗോ കണ്ടുപിടിച്ച ആളാണ്, അഹങ്കാരത്തിൻ്റെ അവസാന വാക്കാണ് അത്ര നടന്നു പോയി അവിടെ ഇരുന്ന ആൾ. ഞാൻ മനസ്സിലായില്ല ആരാണത് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഇപ്പം ഒച്ചത്തിൽ സംസാരിക്കുന്നത്, അതായത് എന്ത് കാര്യവും
ഒരു ഹൈ പിച്ചിൽ സംസാരിക്കുന്നതും വളരെ ദൃഢമായി വളരെ ക്ലിയറായി ക്ലാരിറ്റിയോടെ സംസാരിക്കുന്നതും അഹങ്കാരമാണെങ്കിൽ ഞാൻ അഹങ്കാരിയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ സംസാരിക്കും. എന്ത് കാര്യവും എനിക്കൊരു സോബർ എന്ന് പറഞ്ഞ സംഗതിയില്ലേ, ഒരു മൈൽഡ്നെസ് അതെനിക്ക് വരില്ല, അത് വളരെ കുറവാണ്. അതിപ്പോൾ നിങ്ങൾ എന്നോട് ക്യാമറയുടെ മുമ്പിൽ പിടിച്ചു നിർത്തി ഇത് വളരെ എന്താ പറയുക ഒരു റൊമാൻറ്റിക് ഒരു റൊമാൻസ് വരേണ്ട ഒരു സംഗതിയാന്ന് പറഞ്ഞാലും ഞാൻ മറ്റേ കമൻട്രി സെറ്റപ്പിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ആ സംഗതി എനിക്ക് വളരെ പല ഘട്ടത്തിലും എനിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് മറ്റുള്ളവർക്കിടയിൽ ഒരു അഭിപ്രായം രൂപപ്പെടാൻ കാരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണമായിട്ടുണ്ടാവും. അതൊരു സംഗതിയാണ്. പക്ഷെ ഇപ്പൊ ചേച്ചി ഇടയിൽ സൂചിപ്പിച്ചു ചേട്ടന് ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആശയം ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് തോന്നിയിട്ടുണ്ടെന്ന് അല്ലേ? അപ്പൊ അങ്ങനത്തെ തോന്നലുകൾ ഇത്രയും ഇത് ചേട്ടന്റെ ക്യാരക്ടറിന്റെ ഒരു ഭാഗമായെങ്കിൽ മൾട്ടിപ്പിൾ തവണ ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയെങ്കിലും അയ്യോ ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരാളെ വേദനിപ്പിച്ചല്ലോ, അപ്പൊ ഇനി ഞാൻ എന്നെ കുറച്ച് കൺട്രോൾ ചെയ്യണം, ഇനി ഞാൻ ഇങ്ങനെ സംസാരിക്കരുതെന്ന് ചേട്ടന്റെ മനസ്സിൽ അപ്പൊ പോയിട്ടുണ്ടാവില്ലേ? എന്നിട്ടും ഇതിപ്പോ നിങ്ങള് അത് ആ ഒരു മണിക്കൂർ നേരത്തേക്കേ ഉള്ളൂ. അടുത്ത ഇൻസിഡന്റ് വരുമ്പോ ഇതെല്ലാം മറന്നു. ഇഷ്ടം പോലെ. അതായത് ഓരോ പണ്ടത്തെ ശങ്കരൻ പിന്നെ ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴും അത് വേണ്ടായിരുന്നു, എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു എന്ന് പലതവണ ചിന്തിക്കുകയും എന്നാൽ ഇതേ സീൻ വീണ്ടും ആവർത്തിക്കുകയും അത് ആവർത്തിക്കുമ്പോഴും വേണ്ടായിരുന്നു. എന്നിട്ട് ചേട്ടൻ സോറി പറയോ? കുറെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ ഈഗോ ഇല്ല, ഇല്ല. നമ്മൾ തെറ്റാണെന്ന് റിയലൈസ് ചെയ്താൽ അവിടെ ചേട്ടൻ മാപ്പ് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഈ പരിപാടിക്ക് വേണ്ടി ഇങ്ങോട്ട് കടന്നു വരുമ്പോ തന്നെ ഇതും കൂടെ കൂട്ടി 6ാമത്തെ സോറിയാണ് ഈ പറഞ്ഞത്. ലിഫ്റ്റിൽ കയറി വന്ന ഉടനെ ആ റിസപ്ഷനിൽ നിന്ന അദ്ദേഹം എന്റെ പരിചയം ആരാണെന്ന് പോലും അറിയില്ല. മരിയനറിയാം, നമ്മുടെ ഇദ്ദേഹത്തെ അറിയാം, അവിടെ വേറെ കുറെ പേര് ഇരുന്നിരുന്നു. എല്ലാവരോടും സോറി എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. അതൊന്നും പറയാനൊരു മടിയില്ലാത്ത ആളാണ് ഞാൻ. അതൊക്കെ പറയാം. പക്ഷെ ചില സമയത്ത് ചില പ്രത്യേക പോയിന്റിൽ ചില പ്രത്യേക ഘർഷണം നടക്കുമ്പോൾ തീപ്പൊരി ഇങ്ങനെ ചെതറും. അത് ഈ പറയുന്ന പോലെ നമ്മൾ പറയില്ലേ, ചില ആളുകൾ എന്താ പറയാ, അത് നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ ബേസിക് നേച്ചർ എന്ന് പറയില്ലേ, നമ്മളെപ്പോഴും ഓവർ അഗ്രസീവ് ഓവർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്കിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെ മുട്ടിയാലും ഉറഞ്ഞു തീ പിടിക്കും. അങ്ങനെ ആയിരിക്കാം. ഇന്നിപ്പോ ഇവിടെ വന്നപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളോട് എല്ലാവരോടും സോറി പറഞ്ഞു. ഒരു 6-7 സോറി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഇന്ന് വെച്ചിരുന്ന സമയത്തെക്കാട്ടിലും കറക്റ്റ് 1 hour ലേറ്റ് ആയിട്ടാണ് ചേട്ടൻ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയാൻ കാരണം. പക്ഷെ പൊതുവെ ഇത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണോ ചേച്ചി? ഒരിടത്തും സമയത്തിന് എത്തൂലേ? സത്യമായിട്ടും രാവിലെ വെക്കുന്ന ഒരു പരിപാടിക്കും എത്തൂല. ഞാൻ പറയും ഫുട്ബോൾ കമന്ററി ഒക്കെ വൈകുന്നേരം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫ്ലൈറ്റ് പോവാനല്ലാതെ ഞാൻ ഈ രാവിലുള്ള പരിപാടിക്കൊക്കെ ഇയാൾ കറക്റ്റ് സമയത്ത് എത്തുന്നത് എങ്ങനെയെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ എപ്പോഴും പറയും നാളെ ഒരിക്കലും എന്റെ മക്കൾ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ വൈകുന്നേരം 4 മണിക്ക് ശേഷം അത് മാത്രമല്ല, നമ്മള് എന്താ പറയാ വലിയ വർത്തമാനം പറയാനും ധരിക്കരുത് കേട്ടോ, തമാശയായിട്ട് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു വലിയ ഇപ്പൊ നമ്മുടെ കൊച്ചി നഗരത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു നക്ഷത്ര സംവിധാനത്തിലാണ്, നക്ഷത്ര സൗകര്യങ്ങളുള്ള സംവിധാനത്തിലാണ് ഞങ്ങളുടെ മക്കളുടെ കല്യാണം ഇനി നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, നടത്താൻ പ്ലാൻ ആസൂത്രണം ചെയ്യപ്പെടുന്നതെങ്കിൽ ഞാൻ എന്താ ഇവളെ അത് പറയാ, തലേ 2 ദിവസം മുന്നേ റൂം എടുത്ത് എന്നെ അവിടെ താമസിപ്പിക്കും. കാരണം മുഹൂർത്തത്തിന് ഞാൻ വരണമെങ്കിൽ ആ മണ്ഡപത്തിന്റെ തൊട്ടടുത്ത റൂമിൽ ഞാൻ താമസിക്കണം, എങ്കിലേ ഞാൻ വരും. അല്ല, സെയിം ഇൻസിഡന്റ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അമ്മാവന്റെ മകളുടെ കല്യാണം, അവള് US-ലാണ്. അപ്പൊ ആകെ ഒരു പെങ്ങളുള്ളതാ. കല്യാണം ഹയാത്തിൽ വെച്ചിട്ടാണ്. കല്യാണം രാവിലെ 6 മണിക്ക് ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. തലേദിവസം ഹയാത്തിൽ റൂം എടുത്തു, താമസിച്ചു. പക്ഷെ സത്യം പറയണല്ലോ, ഞാൻ മാത്രം കല്യാണത്തിന് പോയി. അതാണ് റൂം എടുത്ത് കൊടുത്താലും കാര്യമില്ല. എന്നിട്ട് സമയത്തിന് വന്നില്ല. നിങ്ങളുടെ കല്യാണത്തിന് ചേട്ടൻ സമയത്ത് എത്തിയോ? ഞങ്ങളുടെ കല്യാണം വൈകുന്നേരമായിരുന്നു. അത് ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് എന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അത് ഞാൻ ചെയ്ത ജോലികൾ, ഇപ്പൊ പത്രപ്രവർത്തനാണെങ്കിലും ഞാൻ ഭൂരിഭാഗവും ഡെസ്കിലാണ് ജോലി ചെയ്തത്. പിന്നീട് ഫുട്ബോൾ മാച്ചുകളും കമന്ററിയും അല്ലെങ്കിൽ അതിന്റെ ഒരു ജോലിയും സംവിധാനങ്ങളും ഒക്കെ വൈകുന്നേരങ്ങളിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണി 3 മണിയാകുമ്പോഴാണ് ഞാൻ ഓണാവുക, ചാർജ് ആവുക. അതിനുമുമ്പ് ഞാൻ വിളിക്കുന്ന എല്ലാവരോടും എൻ്റെ തമാശക്ക് പറയാറ്, രാവിലേക്ക് എന്നെ വിളിച്ച് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് കഴിയുമ്പോൾ ഹലോ എന്തോ ഒരു മൂഡിലല്ലോ, എന്ത് പറ്റി ഒരു ഉഷാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ചാർജ് ഇല്ലടോ, ചാർജ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ, ചാർജായി വരണം, ഫുൾ ചാർജ് ആയാൽ. അപ്പോൾ അതാണ് എൻ്റെ ജീവിതം. അപ്പം ഇനി ഈ ഒരു ചോദ്യത്തിനോട് കൂട്ടിച്ചേർത്ത് പറയട്ടെ, ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ.
അപ്പം പരിപാടിക്ക് ഞാൻ സ്റ്റേജിൽ ചെന്നിരിക്കുന്നു, പതിവ് പോലെ ഇപ്പോൾ രമ്യ പറഞ്ഞതുപോലെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ വൈകിയായിരിക്കും എത്തുന്നത്. പിന്നെ സംഘാടകർ നല്ല മനസ്സുള്ളവരും സന്മനസ്സുള്ളവരും ആയതുകൊണ്ട് സാരില്ല, അവർ ക്ഷമിച്ചു. അങ്ങനെയാണല്ലോ കൂടുതൽ ആളുകൾ. ഇപ്പൊ നിങ്ങളെല്ലാവരും എന്നോട് ഇപ്പൊ ക്ഷമിച്ചതുപോലെ ആ സാധനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഞാനിങ്ങനെ പക്ഷെ എന്നാലും ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഇപ്പൊ താങ്കളൊക്കെ പല പരിപാടികളുടെയും പ്രോഗ്രാമിന്റെ ആങ്കറായിട്ട്, ഇത് മാത്രമല്ലാത്ത സ്റ്റേജ് ആങ്കറൊക്കെ ആയിട്ട് എവിടെയൊക്കെ എന്ത് പരിപാടി ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ടും ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളെ കുറിച്ച് പ്രോട്ടോകോൾ ഉണ്ടല്ലോ. ഇന്ന് നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ഇന്ന ആളാണ്, അദ്ദേഹം ഇന്നതാണ്, അദ്ദേഹം അതാണ്, റോൾ മോഡലാണ്, അദ്ദേഹം മറ്റേ 1 in a million എന്നൊക്കെ പറയും. ഇതൊക്കെ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് സത്യമായിട്ട് സിൻസിയറായിട്ട് പറയാണ്, ഞാൻ എല്ലാ പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് നമ്മളെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടു ഇതേപോലെ ഇങ്ങനെ കാണാൻ കേൾക്കാൻ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പറഞ്ഞു തുടങ്ങുന്നത്, ദയവ് ചെയ്ത് എന്നെ റോൾ മോഡലാക്കരുത്. സത്യമായിട്ട് അത് ഞാൻ ഉള്ളിൽ തട്ടിയാണ് എല്ലാവരോടും പറയാറ്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഫുട്ബോൾ കമൻട്രി ഇഷ്ടമാണെങ്കിൽ, അതുവഴി കമൻട്രി പറയുന്ന ഷൈജു ദാമോദരന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടുള്ളൂ. അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. ആ ഇഷ്ടം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുടരാം. നമ്മൾ ഈ ലോകമുള്ളിടത്തോളം കാലം, ഞാൻ ഉള്ളിടത്തോളം കാലം തുടരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും എൻ്റെ കമൻട്രി കേൾക്കുക, ഇനിയും എന്നെ സ്നേഹിക്കുക. പക്ഷേ നെവർ എന്നെ നിങ്ങൾ റോൾ മോഡലാക്കരുത്. കാരണം കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സംഗതി ജീവിതത്തിൽ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ഒരു കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയാത്ത എന്ത് കാര്യത്തിനും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കില്ല്, ടാലൻറ്റ്, മിടുക്ക്, കഴിവ്, ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ്. ഇപ്പം ഞാൻ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നാളെ രാവിലെ 10 മണിക്ക് വന്നിട്ടോ എന്ന് പറഞ്ഞാൽ ഇതേ ആൾ 11 മണിക്ക് വന്നാൽ കയറാൻ സമ്മതിക്കില്ല ഞാൻ. കാരണം എനിക്ക് അയാൾ 10 മണിക്ക് വരണം. കാരണം ഞാനാണോ അയാൾ വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ അയാൾക്ക് മാർക്കിടുക, ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ഒരാളെ ഞാൻ എന്ത് വിശ്വസിച്ചാണ് ഒരു കാര്യം ഏൽപ്പിക്കുക എന്നതാണ് പോവുക. അപ്പം ഞാൻ എപ്പോഴും പറയുക, ഞാൻ ഒരു കാര്യത്തിനും സമയം ക്ലിപ്തത പാലിക്കാത്ത ഒരാളായതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ റോൾ മോഡലാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയാണ്. അപ്പോൾ കേൾക്കുന്നവരൊക്കെ ഈശ്വര സാറെന്താ ഇങ്ങനെ പറഞ്ഞു. വൈകുന്നേരങ്ങളിലാണെങ്കിൽ എപ്പോഴും കറക്റ്റ് സമയത്തെത്തും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.